ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. യജുർവേദത്തിൽ, ശുക്ല യജുർവേദത്തിലെ പ്രസിദ്ധമായ ശാന്തിമന്ത്രമാണ് ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. വളരെ പ്രസിദ്ധമാണ്. സാധാരണ ആളുകൾ വിചാരിക്കുക പൂർണ്ണമത ചൊല്ലിയാൽ എല്ലാം കഴിഞ്ഞു, അവസാനം ചൊല്ലുന്ന ശാന്തിമന്ത്രമാണ്. അങ്ങനെയില്ല. ശാന്തിമന്ത്രങ്ങൾക്കൊക്കെ ഏത് ശാന്തിമന്ത്രം വേണമെങ്കിലും നമുക്ക് അവസാനം ചൊല്ലാം. ഇത് അങ്ങനെ അവസാനം ചൊല്ലുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതേത് വേണമെങ്കിലും അങ്ങനെ അവസാനം ചൊല്ലാം, അതിന് തർക്കമൊന്നുമില്ല. എന്താണ് മന്ത്രത്തിൻ്റെ താല്പര്യം? പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്. ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ആവിർഭൂതമായത്, ഈ കാര്യരൂപത്തിലിരിക്കുന്ന ഈ വിശ്വം എവിടെ നിന്നിതുണ്ടായി, ആ ഉണ്ടായതിൻ്റെ സോഴ്സ് പൂർണ്ണമായതിൽ നിന്നാണ് ഇതുണ്ടായത്. ഇത് ഈ കാണുന്ന വിശ്വമോ, നാമരൂപാദികളായി പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്. അപ്പോൾ ഈ പൂർണ്ണമായതിൽ, അതായത് അപൂർണത എന്ന് പറയുന്ന ഒന്നില്ല, പൂർണ്ണതയിന്മേലാണ് ഇതിൻ്റെ ഊന്നൽ മുഴുവൻ. അപ്പോൾ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണമുണ്ടായി, പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ, പൂർണ്ണമായതിൽ നിന്ന്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിൻ്റെ എടുത്തു മാറ്റിയാൽ വീണ്ടും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. സാധാരണ ഇതിനെ വളരെ ലളിതമാണ് ഉപനിഷത്തിലെ ഈ ശാന്തി മന്ത്രം. ഈ പൂർണ്ണമായതിൽ നിന്ന് പൂർണ്ണമായതിനെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എടുത്തു മാറ്റാനുള്ളത്, മറ്റൊന്നുമില്ല എടുത്തു മാറ്റാൻ. ഏതൊന്നിനെ എടുത്തു മാറ്റിയാലാണോ വിശ്വത്തിന് പൂർണ്ണത ഉണ്ടാവുന്നത്, ഏതൊന്ന് എടുത്തു മാറ്റാതിരിക്കുമ്പോഴാണ് വിശ്വം അപൂർണമാകുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നാമരൂപാദികളാണ് വിശ്വത്തെ വേറിട്ടതാക്കുന്നത്, ഭാഗികമാക്കുന്നത്, അപൂർണതയുണ്ടാക്കുന്നത്. നാമവും രൂപവുമാണ്. ഒരു നാമം, ഒരു പേരുണ്ട്, അതിനൊരു രൂപമുണ്ട്. അപ്പം നാമത്തോടും രൂപത്തോടും കൂടി ഇരിക്കെ ഇതിനെന്ത് കരുതും, ഇതെന്താവുന്നു, ഇത് പരിമിതങ്ങളാകുന്നു. അപ്പോൾ ഈ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം, സമുദ്രത്തിൻ്റെ തീരത്ത് പോയിട്ട് ഒരു കുമിളയോട് നമ്മൾ സംസാരിക്കുന്നു എന്നിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സമുദ്രതീരത്ത്, ആ സമുദ്രതീരത്ത് നിങ്ങളൊരു കുമിളയോട് സംസാരിക്കുമ്പോൾ കുമിളയോട് നിങ്ങൾ ചോദിക്കുക, നീ ആരാണ്, നിൻ്റെ പേരെന്താണ്? അപ്പം നീ ആരാണ്, നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുമിള പറയുന്നു എന്നിരിക്കട്ടെ, എൻ്റെ പേര് കുമിളയാണ്. ശരി, എന്തുകൊണ്ടാണ് അത് കുമിള എന്ന് പറഞ്ഞത്? അതിനൊരു ഷേപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് അത് കുമിള എന്ന് പറഞ്ഞത്. നീ എവിടത്തുകാരനാണ്? നിങ്ങൾ കോവളം ബീച്ചിൽ കന്യാകുമാരി പോയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ആ കുമിള പറയും, ഞാൻ കന്യാകുമാരിക്കാരനാണ്, കന്യാകുമാരിക്കാരിയാണ്. അപ്പം അതിനോട് പറയുകയാണ്, എങ്ങനെ, സുഖമാണോ? അപ്പോൾ അത് പറയും, എന്ത് സുഖം, ഞാനിപ്പം മരിക്കും വേണമെങ്കിൽ, കാരണം അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടൽ അതിൻ്റെ മരണമാണ്. അത് ആ രൂപത്തോടു കൂടി ഇരിക്കുന്നതാണ് അതിൻ്റെ ജനനവും അതിൻ്റെ നിലനിൽപ്പും. അപ്പോൾ അതിനോട് ഈ ശാന്തിമന്ത്രം നമ്മൾ ഉപദേശിക്കുന്നു. ഈ പൂർണ്ണമായതിൽ നിന്നാണ്, ഈ പൂർണ്ണമായ സമുദ്രത്തിൽ നിന്നാണ് നീ ആവിർഭൂതമായത്. വാസ്തവത്തിൽ നീ പൂർണ്ണമാണ്. നീ അപൂർണതാബോധം നിന്നെ അലട്ടുന്നതിൻ്റെ കാരണം
നീ കുമിളയാണ് എന്ന് പറഞ്ഞതാണ്. കുമിള എന്ന നാമവും രൂപവും എടുത്തു മാറ്റിയാൽ നീ ആരാണ്? ഈ പൂർണ്ണം തന്നെയാണ്, പൂർണ്ണമായ ജലമാണ്, സമുദ്രമാണ്. അതെ. അപ്പം ഈ കുമിള എന്ന നാമവും രൂപവും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സമുദ്ര ആകാരമായിരിക്കുന്ന ജലവുമായി അതിന് താതാത്മ്യപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്തു മാറ്റുക എന്ന് പറയുമ്പോൾ ഇവിടെ കുമിള എന്ന നാമവും കുമിള എന്നുള്ള ആ ഷേപ്പും മാറിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ഈ അനന്തവിസ്തൃതമാർന്ന പരിമിതിയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന വലിയ സമുദ്ര ആകാര രൂപമായിട്ട് കുമിള ഞാനതാണ് എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ഈ ശാന്തി മന്ത്രത്തിൻ്റെ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ഇതിൻ്റെ ഒരു ലളിതമായ താത്പര്യം. ഭജഗോവിന്ദത്തിലേക്ക്, ചിന്മയ സന്ധ്യയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഭജഗോവിന്ദത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ മൂഢജഹീഹി ധനാകമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. 2 ശ്ലോകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഗോവിന്ദ ഭജനത്തിന് ശാസ്ത്രീയമായ ഗോവിന്ദൻ ആരെന്ന് അറിയേണ്ടതുണ്ട്, ഭജനം എന്തെന്ന് അറിയേണ്ടതുണ്ട്. അപ്പം അതിന് തടസ്സമായി വരുന്ന, ഗോവിന്ദനെ അനുഭവിക്കുന്നതിന് തടസ്സമായി വരുന്ന ഒന്നാണ് ഈ ധനത്തോടുള്ള ദുരാഗ്രഹം. അതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് ഈ ഭജഗോവിന്ദത്തിലെ വളരെ അല്ലെങ്കിൽ ശങ്കരാചാര്യയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ പലരും, ഡോക്ടർ എം ലീലാവതിയെ പോലുള്ളവരൊക്കെ സുഗതകുമാരി ടീച്ചറിൻ്റെ രാധ എവിടെ എന്നുള്ള കവിതയ്ക്ക് ആമുഖം ചമയ്ക്കുമ്പോൾ അതിൽ അവതാരിക എഴുതിയിട്ടുള്ള അപ്പോൾ ടീച്ചർ അതിൽ ശങ്കരാചാര്യരുടെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ചിലർക്കൊക്കെ ശങ്കരാചാര്യരെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. ഒരു സത്യാന്വേഷി, ഒരു സാധകൻ എന്ന നിലയിൽ ഇത്തരം എവിടെയൊക്കെ ഒരാൾക്ക് പതനത്തിന് കാരണമാകും, ഒരാളുടെ ജീവിതം പതിക്കാനിടയാവുന്ന സങ്കേതങ്ങളെ 2 കൂട്ടർക്കും, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അതിൽ പറയുന്നതാണ് ആചാര്യസ്വാമികളിവിടെ. വളരെ പച്ചയായിട്ടാണ് പറയുന്നത്. യാതൊരു കലർപ്പും കൂടാതെ, മടിയും കൂടാതെ. എന്താണ്? നാരീ സ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എല്ലാറ്റിലും ഈ ഭജഗോവിന്ദം ഇങ്ങനെ അനുപല്ലവി ആയതുകൊണ്ട് അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. എന്താ ഇവിടെ ഭഗവത് പാദർ പറയുന്നത്? നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ. നാരി സ്തനഭര നാഭീദേശം. ഒരു സ്ത്രീയുടെ ഏറ്റവും ആകർഷകമായി പുരുഷന് തോന്നുന്ന, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ ഹഠാത് ആകർഷിക്കുന്ന സ്ത്രീയുടെ അംഗങ്ങളിൽ, ശരീരത്തിൽ ഒരു പ്രധാന അംഗമായി അവരുടെ സ്തനത്തെ പറയാറുണ്ട്. അപ്പോൾ നാരീസ്തനം, നാരിയുടെ മുല, നാരീസ്തനം. നാഭി, പൊക്കിൾ പ്രദേശം, നാഭീദേശം, അവരുടെ പൊക്കിൾ പ്രദേശവും. ദൃഷ്ടുവ, കണ്ടിട്ട്.
മാകാ മോഹാവേശം. നീ അങ്ങനെ മോഹാവേശപ്പെടേണ്ടതില്ല. ഇന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മോഹാവേശമൊക്കെ ഉള്ളത്. നമുക്ക് പലപ്പോഴും പലതും നമ്മൾ എന്താ പറയുക ഈ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു വലിയ വിരോധാഭാസമുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതിനോടും നമ്മൾ മുഖം തിരിക്കുന്നുണ്ട്, എന്നാൽ ഇതിനെയൊക്കെ എവിടെയൊക്കെയോ ചിലതിനെ താലോലിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തെ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഇതിനെങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന്. കാരണം നമ്മൾ ഒരിക്കൽ നമുക്ക് ഈ ശ്ലോകം ചൊല്ലുമ്പോൾ എപ്പോഴും നമ്മുടെ ചില അനുഭവങ്ങളാണ് നമുക്ക് ഓർമ്മ വരാറ്. ഞങ്ങൾ ഹിമാലയ യാത്രയിൽ ഇങ്ങനെ അപ്പോൾ ഭജനാവലിയൊക്കെ ചിന്മയ മിഷനിലുള്ള കാലത്ത് ഭജനാവലിയൊക്കെ കൂടെ ഉണ്ടാവും എല്ലാവരുടെയിലും. ബസ്സിലൊക്കെ ഭയങ്കര പാട്ടായിരിക്കും. പാട്ട് എന്ന് പറഞ്ഞാൽ ഭജൻസും സ്തോത്രങ്ങളും ഗുരുസ്തോത്രവും അതും ഇതൊക്കെ ഇങ്ങനെ ചൊല്ലും ഓരോരുത്തരും. അപ്പോൾ ഈ ഓരോരുത്തരും ഓരോന്ന് ചൊല്ലാൻ തുടങ്ങുമ്പോൾ സ്വാമിജി ഞാനിത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ സമ്മതം ഒരു കൺസെൻറ്റ് കിട്ടാൻ എന്തിനാ സ്വാമിജി ഞാനിത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ആ ശരി ചൊല്ലിക്കോളൂ എന്ന് പറയും. അപ്പോൾ അപ്പം ഞാനിത് ചൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ മറ്റുള്ളവരാരും വേറെ ഒരു കൂടം ചൊല്ലരുത്, നിങ്ങളിതൊക്കെ ഇത് ഏറ്റു ചൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അവർ നേതാവായിക്കൊണ്ട് അവരത് ചെയ്യുന്നു. അങ്ങനെ ചിലരൊക്കെ ഉണ്ട് അങ്ങനെ അവർക്ക് അതൊരു മിടുക്കാണ് അതിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരമ്മ ഞാൻ ഭജഗോവിന്ദൻ ചൊല്ലട്ടെ, ഓ എല്ലാവരും ഏറ്റു ചൊല്ലണേ. അപ്പോൾ എല്ലാവരും റെഡി. ഒരു ഭജഗോവിന്ദം ചൊല്ലാൻ തുടങ്ങി, വളരെ ഉച്ചത്തിലാണ്. ഭജഗോവിന്ദം ഭജഗോവിന്ദം. ബസ് ഇങ്ങനെ മുഴങ്ങുന്നിങ്ങനെ ഭജ പറയുമ്പം ബസ് ഇങ്ങനെ എന്താ പറയുക വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതെ. ഭയങ്കര ആവേശത്തിൽ രണ്ടാമത്തെ ശ്ലോകം. മൂഢജഹീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. പിന്നെ കാണാം കരണ്ട് പോയതുപോലെ നാരീ സ്തനഭരനാദീദേശം ദൃഷ്ടാമഗമോവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. അപ്പോൾ ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റാത്ത എന്തോ ഒരു പെശക് ഇവിടെ ഉള്ളതുപോലെ അവർക്കും തോന്നി. അപ്പം അന്ന് നമ്മളിത് ചർച്ച ചെയ്തു. എന്താ ടീച്ചറെ ശബ്ദമൊക്കെ പോയി ഒരു ടീച്ചറായിരുന്നു. എന്താ ടീച്ചറെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പം എല്ലാവരും കൂട്ടച്ചേരി. ഇതൊന്നും ശബ്ദത്തിൽ ചൊല്ലേണ്ടതല്ല. എന്നിട്ട് അവരെന്നെ പറഞ്ഞു എന്തിനാ ശങ്കരാചാര്യർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഈ എവിടെയൊക്കെയോ പണ്ട് ഒരു പള്ളിയിലൊരു അച്ഛൻ ഈ കുട്ടികളെ അദ്ദേഹം ഈ സ്കൂളിൽ വന്നിട്ട് അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുക. കുട്ടികളോട് പറഞ്ഞു ഈ കാലത്ത് വളരെ കരുതലോടുകൂടി വേണം മക്കളെ ജീവിക്കാൻ. കാരണം നമ്മുടെ ചുറ്റും സാത്താന്മാരാണ്, പിശാചുക്കളാണ്. അവർ നമ്മളെ ഏതൊക്കെ വഴി കൂടിയാണ് പിടിച്ചു കൊണ്ടുപോകുക എന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ ചുറ്റിലും നമ്മളെ കാർന്നു തിന്നുന്ന പലതുമുണ്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്കൂളിലേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ റോഡ് ബ്ലോക്കിൽ ഞാനിങ്ങനെ ഒന്ന് ചുറ്റും നോക്കി. അപ്പോൾ മതിലിൻ്റെ മുകളിൽ വലിയൊരു സിനിമാ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുകയാണ്, അവളുടെ നഗ്ന ശരീരം കാണിച്ചുകൊണ്ട്. തുണിയൊന്നുമില്ല മക്കളെ, നാമമാത്രമായി ഒരു തുണി. ഒരു സിനിമയുടെ ഒരു പോസ്റ്ററാണ്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്തരം സിനിമകളൊന്നും പോയി കാണരുത്, നിങ്ങൾ കാണില്ല എന്ന് എനിക്കറിയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഗംഭീര പ്രഭാഷണം നടത്തി നിർത്തി. കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു. ആരും കൈയൊന്നും പൊക്കിയില്ല ചോദ്യത്തിന്. അപ്പോൾ ഒരു മിടുക്കൻ കൈ പൊക്കി. ആ മിടുക്കൻ, എനിക്കറിയാം ആരെങ്കിലും, നീ മിടുക്കനാണ്, എന്നിൽ എൻ്റെ പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ്, ചോദിക്കും മോനെ, എന്താ നിന്റെ സംശയം? ഫാദർ, ഓ ആ ഫാദർ വണ്ടി റോഡ് ബ്ലോക്കായി എന്ന് പറഞ്ഞില്ലേ, അത് ഏതാ സ്ഥലം? ഫാദറിന് അറിയോ ഏത് തിയേറ്ററിലാണ് സിനിമ കളിക്കുന്നത് എന്ന്? കാരണം മനസ്സ് പോയി ഉടക്കി. നിങ്ങൾ എന്തരുത് എന്ന് പറഞ്ഞോ അത് ചെയ്യണം, അത് കാണണം, അത് കേൾക്കണം, അറിയണം എന്നുള്ള ത്വരയാണ് മനസ്സിന്. നിങ്ങൾ വെറുതെ ഇങ്ങനെ നിങ്ങളെ നോക്കിയിരിക്കുന്ന, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന, ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ പിറകിലേക്ക് നോക്കണ്ട, പിറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുത്ത് വേദനിക്കും. പിറകിലേക്ക് നോക്കാതിരുന്നാൽ ഒന്നും ഉണ്ടാവില്ല പിറകിൽ. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെയാണ്. ഒരിക്കലും ഒരാൾ ഇതേപോലെ കുട്ടിയെ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ, ബസ്സിൽ പോവുക, KSRTC ബസ്സിൽ, അപ്പം ഇയാൾ കുട്ടിയോട് പറയണേ, എടാ കഴുത്ത് പുറത്തിട്, കൈ പുറത്തിട്, കഴുത്ത് പുറത്തിട്. തൊട്ടടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു, ഇയാളെന്താ കുട്ടിയെ കൊല്ലാനുള്ള പരിപാടിയാണോ? അപ്പുറത്തുനിന്ന് ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞു വരുമ്പോഴാണ് ഇയാൾ പറയുന്നത് കഴുത്ത് പുറത്തിടുന്നത്. അപ്പോൾ ഇവനാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ ഇവൻ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ മറ്റേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ സ്വകാര്യമായിട്ട് പറഞ്ഞു, അവനോട് കഴുത്ത് പുറത്തിടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പം അവനിടും. അതുകൊണ്ട് ഞാനിപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെയായി, അവൻ്റെ ശിക്ഷണം അങ്ങനെയായി എന്ന് പറയാം. അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ശങ്കര ഭഗവത്പാദർ ഇതൊക്കെ തുറന്ന് ചർച്ചയ്ക്ക് വെക്കുകയാണ്. അപ്പോൾ പുരുഷന് സ്ത്രീ ശരീരത്തോട് തോന്നുന്ന, അല്ലെങ്കിൽ അവളുടെ ശരീരം അങ്ങനെ മൂടിക്കെട്ടി മറച്ചു വെക്കപ്പെടേണ്ടതാണോ, അതോ പരസ്യമാക്കി പ്രദർശിപ്പിക്കേണ്ട, ഇങ്ങനെ പല കുത്തഴിഞ്ഞ വെറും വൾഗറായിട്ടുള്ള വൃത്തികെട്ട കുറേ സദാചാരവാദികളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. കാരണം ഈ ഭജഗോവിന്ദം പോലുള്ള കൃതികൾ പഠിക്കാത്തതാ ഇവന്മാരുടെ കുഴപ്പം. പലരും ഉണ്ട്, പല പ്രഗത്ഭരെന്ന് പറയുന്നവർ പോലും പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ ജീൻസ് ഇടുന്നതാണ് ഇവിടെ കുഴപ്പം, സ്ത്രീകൾ തുണി ഇല്ലാതെ നടക്കട്ടെ എന്ന്. സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ പീഡനം ഏൽക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. ഒരാൾക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെയാണ്. അപ്പോൾ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓരോരോ രാജ്യങ്ങളിൽ ചില ഡ്രസ് കോഡൊക്കെ ചിലയിടത്തുണ്ട്. അതല്ലാത്തത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം അതിൽ കയറി നമ്മൾ ഇടപെടരുത്. അതുകൊണ്ട് മൂടിക്കെട്ടി വെച്ചതുകൊണ്ട് ഇത് സുരക്ഷിതമാണെന്നും, ഇങ്ങനെ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് പ്രദർശിപ്പിച്ചു, അവരവരുടേതായിട്ടുള്ള അവർക്കിഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചു, അതുകൊണ്ട് അവർ വളരെ മോശപ്പെട്ടവരാണ്, അവരിങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള വിലയിരുത്തലൊന്നും വേണ്ട. ഇതൊന്ന് ചർച്ച ചെയ്യണം എന്തായാലും. വാസ്തവത്തിൽ എന്താണ് ഇത്? പ്രകൃതി നിയമമാണ്. പുരുഷന് സ്ത്രീയോട് ആകർഷണം ഉണ്ടാവുന്നതും സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം ഉണ്ടാവുന്നു, രണ്ടും പരസ്പര ആകർഷണം. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് കേവലം മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല, പ്രകൃതിയിലെ സർവചരാചരങ്ങളിലും ഉണ്ട്. ഒരു മയില് നൃത്തം വയ്ക്കുന്നത് എല്ലാ ജീവജാലങ്ങളും. പക്ഷേ ഈ ജീവജാലങ്ങളൊക്കെ ഏതെങ്കിലും ഒരു
ഒരു ഇന്ദ്രിയത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് 5ഉം സചേതനമാണെന്നാണ്. കുരങ്ക മാതങ്ക പതങ്ക മീന ഭൃംഗ നരപ്പഞ്ചബിരഞ്ജിതക്കിം എന്ന് ശങ്കരാചാര്യർ ചോദിക്കും. അഞ്ചും സജീവമായ മനുഷ്യന്റെ കാര്യം എന്ത്? അപ്പോ ഒരാൾക്ക് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ആ രൂപത്തിലുണ്ടാവുന്ന ആകർഷണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാളോട് ആകർഷണം തോന്നുന്ന മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ചിലപ്പോൾ അവരുടെ പെരുമാറ്റമായിരിക്കാം, വാക്കായിരിക്കാം, അവരുടെ കഴിവുകളായിരിക്കാം, അങ്ങനെ അനേക ഘടകങ്ങളുണ്ട്. ഇവിടെ ശങ്കരാചാര്യർ ഒരു സാധകൻ എന്ന നിലയിൽ, ഒരു സത്യാന്വേഷി എന്ന നിലയിൽ നീ എന്താണ് അന്വേഷിക്കുന്നത്? അതാണ് ഈ ഉർവശി, രംഭ, ഇത്തരം അപ്സര സ്ത്രീകളൊക്കെ, അപ്സര എന്നാണ് പറയുക, അപ്സരസ്. അപ്പ് എന്ന് പറഞ്ഞാൽ ജലമാണ്, ജലദേവതകളാണ്. അതിന് വേറൊരു കോണ്ടസ്റ്റും ഉണ്ട്. എന്തായാലും ഈ തപസ്സിനെ ഇളക്കുന്നവരാണ് ഇവരൊക്കെ എന്നാണ്. താല്പര്യം എന്താണ്? നമ്മൾ എത്രമാത്രം ഇതിൽ മുന്നോട്ടേക്ക് പോകുന്നു. തടസ്സങ്ങളായി വരുന്ന ഒരുപാട് ശക്തികളുണ്ട്. ഒരു ആധ്യാത്മിക മാർഗത്തിൽ അല്ലെങ്കിൽ ലക്ഷ്യത്തെ കൈവരിക്കാൻ പോകുന്ന ഒരാൾക്ക്, ഒരു ലക്ഷ്യം കൈവരിക്കേണ്ടുന്ന ഒരാൾക്ക് ആ ലക്ഷ്യത്തിൽ നിന്ന് പതിക്കാൻ ഇടയാകുന്ന, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ആരോ ആകട്ടെ, എക്സോർവായി, അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. മാത്രമല്ല നമുക്കറിയാലോ, ഇന്ന് സ്ത്രീയുടെ ശരീരം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീയുടെ ശരീരം ഒരു പല ഉൽപ്പന്നങ്ങളും, നമുക്ക് എന്നറിയാം, പല ഉൽപ്പന്നങ്ങളും ഇന്ന് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി വലിയ വലിയ കമ്പനികൾ കോടാനുകോടി ചെലവാക്കിയിട്ടാണ് സ്ത്രീകളുടെ ശരീരത്തെ അവർ പ്രദർശിപ്പിക്കുന്നത്. ഈ പ്രോഡക്റ്റുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവുന്നില്ല, പക്ഷെ സ്ത്രീകളാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഈവൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ കാണാം പല പ്രോഡക്റ്റുകളും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ളതിനും അവരങ്ങനെ ബോണറ്റിന് മുകളിൽ കയറിയിരിക്കും. കുറച്ച് വസ്ത്രമൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ നന്നായിട്ട്. അത് ഒരു ആകർഷണമുള്ള ഒന്നാണ്. ആ ആകർഷണത്തെ ആർക്കും നിഷേധിക്കാനോ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതോ അത് മണ്ടത്തരം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനോട് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കാണും. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ അന്ന് സ്വാമിജി സന്യാസിയൊന്നും ആയിട്ടില്ല. ഈ രാമകൃഷ്ണദേവനുമായിട്ടുള്ള സമ്പർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് ഈ വീട്ടിൽ തന്നെ മുറിയിലിരുന്ന് വായിക്കുകയും പാട്ടുപാടുകയും ഇത്തരം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് അപ്പുറത്ത് താമസിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ചെറുപ്പക്കാരി. അപ്പോൾ അവൾക്ക് സ്വാമിജിയെ ഭയങ്കര ഇഷ്ടമാണ്. കാണുകയും ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഉച്ചത്തിൽ പാടലും ഒക്കെ ഉണ്ട്. സ്വാമിജി വളരെ ഒരു ആകർഷണം തോന്നുന്ന വിധത്തിലുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ. അപ്പോൾ ഒരു ദിവസം അവള് തീരുമാനിച്ചു ഇയാളുടെ അടുത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്ക് തലവേദനിക്കുന്നുണ്ട്, പനിയുണ്ട് തോന്നുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ, ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാ നീ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു, നീ വിശ്രമിക്കുക എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ അവള് മുറിയിൽ വിശ്രമിക്കുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അവള് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു, വളരെ പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ആരും അറിയാതെ പതുക്കെ കതക് തുറന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി വിവേകാനന്ദ സ്വാമികളുടെ മുറി ലക്ഷ്യമാക്കിയിട്ട്
നരേന്ദ്രൻ്റെ മുറി ലക്ഷ്യമാക്കിയിട്ട് കോണിപ്പടി കയറി അവിടെ വരും. അപ്പോൾ ഉള്ളിൽ മൂപ്പര് പാട്ട് പാടുന്നുണ്ട്, എന്തോ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പകുതി ആശാൻ ഇങ്ങനെ കിടന്നിട്ടാണ്, കാലിൻ്റെ മുകളിൽ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള കിടന്നുകൊണ്ട് ഇങ്ങനെ, അതായത് നോക്കിയിട്ട് വായിക്കുകയാണ്, പാടുകയാണ്. അപ്പോൾ വാതിൽ അടച്ചിട്ടുണ്ട്. വാതിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ചാരി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പതുക്കെ തള്ളി നോക്കി. തള്ളിയപ്പോൾ അത് തുറന്നപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ഈ കുട്ടിയെ കാണുകയാണ്, നരേന്ദ്രൻ കാണുകയാണ്. അപ്പം സമയം വൈകിട്ടുള്ളത്, അർദ്ധരാത്രിയാണ്. അപ്പോൾ ഉടനെ തന്നെ മൂപ്പരിങ്ങനെ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്നിട്ട് ഇതിനോട് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മേ, ഏത് 16-17 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് അത്ര, അമ്മേ, എന്താണ് അവിടുന്ന് ഞാൻ ചെയ്തു തരേണ്ടത്? എൻ്റെ അമ്മയോട്, എൻ്റെ അമ്മ എന്താണോ എന്നോട് ആവശ്യപ്പെടുക, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണോ ഞാനൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പറയൂ, എന്തിനെങ്കിലും ആയിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ളത്, പറയൂ ദേവി, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. കേട്ടതോടുകൂടി പെണ്ണിനാകെ എന്താ പറയുക, പിരിയിളകിപ്പോയി. അതവിടുന്ന് ഇറങ്ങി ഓടി എന്ന് പറയാം. വിവേകാനന്ദ സ്വാമികളെ സംബന്ധിക്കുന്ന അങ്ങനത്തെ വേറെയും കുറേ ഇൻസിഡൻറ്റ്, സന്യാസി ആയതിനു ശേഷം കൊട്ടാരത്തിൽ നിന്ന് നർത്തകിയുടെ നൃത്തം കാണുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അതിനൊരു അപ്പുറത്തൊരു മാനം കൊടുക്കുന്ന ഒന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള, ഇപ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്നത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇവിടെ ഇതേ ശങ്കരാചാര്യർ ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറയുന്ന കൃതിയിൽ പറയുന്ന കാര്യമുണ്ട്. അവിടെ നേരത്തെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു അപേക്ഷയെ നിരാകരിക്കലല്ല, അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒന്നാണ് ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറയുന്ന കൃതി. നമുക്ക് ഈ ഭജഗോവിന്ദൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാം. വളരെ മനോഹരമായിട്ട് അത് തുടങ്ങുന്നു. പുരേ പൗരാൻ പശ്യൻ നര യുവതി നാമാ കൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ സ്വയം സാക്ഷാത് ദൃഷ്ടേത്യപി ച കലയൻ തൈ സഹരമൻ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ. അതാണ് അതിലെ ഒന്നാമത്തെ ശ്ലോകം. പുരേ പൗരാൻ പശ്യൻ, പട്ടണത്തിലെ പൗരജനങ്ങളെ കാണുന്നു, ഒരു ജ്ഞാനിയായിട്ടുള്ള ആൾ. പുരേ പൗരാൻ പശ്യൻ നര യുവതി നാമാകൃതിമയാൻ, അവിടെ നരനുണ്ട്, യുവതിയുണ്ട്, വൃദ്ധനുണ്ട്, കുട്ടികളുണ്ട്, പലരും ഉണ്ട്. സ്വർണ്ണാഭരണ കലിതാൻ, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചവർ, അതില്ലാത്തവർ, സുവേഷാൻ, നന്നായി വസ്ത്രം ധരിച്ചവർ, കീറിപ്പറഞ്ഞവർ, വസ്ത്രം ഇല്ലാത്തവർ, ഒരു സിറ്റിയിൽ കാണുന്ന കാഴ്ച ഇതെല്ലാം ഉണ്ടാവും. ഏത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയി കഴിഞ്ഞാലും നമുക്കൊന്ന് മാറി നിന്ന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും. ഒരു ജ്ഞാനി കാണുകയാണ്, പുരേ പൗരാൻ പശ്യൻ നര യുവതി നാമാ കൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണ കലിതാൻ ചിത്രസദൃശാൻ, ഒരു വലിയ ക്യാൻവാസിൽ ഈ രൂപങ്ങളെയൊക്കെ വരച്ചതുപോലെ. സ്വയം സാക്ഷാത് ദൃഷ്ടേതി അപിച കലയൻ തൈ സഹരമൻ, എന്നാൽ താൻ അതിലൊരാളായി നിന്നുകൊണ്ട് തന്നെ വേറിട്ട് നിന്ന് ഇതൊക്കെ നിരീക്ഷിക്കുകയും അവരിലൊരാളായി നിന്ന് മുനിർ നവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ, ഗുരുവിൻ്റെ ദീക്ഷ കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, വ്യാമോഹം ന ഭജതി, രണ്ടെന്ന ഭാവം ഇല്ലാതെ അയാൾ അത്തരം എനിക്ക് ഈ വസ്ത്രമൊന്നും ഇല്ലല്ലോ, അവനതാ സ്വർണ്ണം ഉണ്ടല്ലോ, എനിക്ക് സ്വർണ്ണമില്ലല്ലോ, അല്ലെങ്കിൽ അവൻ ആ കാറിൽ പോണു, ഞാൻ എന്നാ പോവുക, അതിൽ ഒരാളായി പോകണം.
അങ്ങനെ പറയുന്ന ജീവൻ മുക്താനന്ദ ലഹരിയിൽ, ആ പേര് തന്നെ ജീവൻ മുക്തൻ എന്നാണ്, അവൻ്റെ ആനന്ദ ലഹരിയാണ്. അതിലൊരിടത്ത് പറയുന്നുണ്ട്, കഥാചിത് ശക്തീനാം വിഗജ മുഖപത്മേഷു കമലാൻ ക്ഷിപം സ്ഥാസാം ക്വാപി സ്വയം അഭിചഗൃണ്ണൻ സ്വമുഖതഃ. ഒരു വികാരം കൊണ്ട് ഏറ്റവും അതിമനോഹരമായിട്ട് വികസിതമാർന്ന മുഖത്തെ തൻ്റെ സ്വന്തം മുഖം കൊണ്ട് അവളുടെ മുഖത്തെ ചേർത്ത് ചുംബനാദി പ്രക്രിയകളൊക്കെ നടത്തി ആ ഒരു വേഴ്ചയിൽ സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൻ്റെ ആ ഭാഗവും കടന്ന് ആളങ്ങോട്ട് നടന്നു നീങ്ങുന്നു എന്നാണ്. യാതൊരു വിധത്തിലുള്ള വേവലാതിയും കൂടാതെ. അവിടെ എന്താണ്? ഞാനെന്നും എൻ്റേതെന്നും ആ ഉടമസ്ഥതാബോധം കയ്യൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര എല്ലാ അനുഭവങ്ങളിലൂടെയും. അതൊരു വേറൊരു തലമാണ്. അതും ആചാര്യസ്വാമികൾ പരിചയപ്പെടുത്തി. അതുകൊണ്ട് ആചാര്യസ്വാമികൾ വിരുദ്ധനാണെന്നൊക്കെ പറയുമ്പോൾ ആചാര്യസ്വാമികളെ നന്നായിട്ട് അറിയണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതാണ് ടീച്ചറെ, പ്രൊഫസർ ലീലാവതി ടീച്ചർ. ഈ വിഷയത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരാണ്. പക്ഷെ അവർ സുഗതകുമാരി ടീച്ചർക്ക് ഈ മറ്റേ രാധ എവിടെ എന്നുള്ളതിൽ അവതാരിക എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം എഴുതി വെച്ചിട്ടുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിരീക്ഷണം. നമ്മളതിന് അബദ്ധം എന്നൊന്നും പറയാൻ ആളല്ല, പക്ഷെ നമ്മൾ അതിനോട് വിയോജിക്കുന്നു. അത് നമ്മൾ സമഗ്രമായിട്ട് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഏത് കോണ്ടസ്റ്റിൽ ശങ്കരാചാര്യർ പറഞ്ഞു എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നാരീസ്തനപര നാഭീദേശം ദൃഷ്ടുവ, സ്ത്രീയുടെ നാഭീദേശവും അതൊക്കെയാണല്ലോ സിനിമയിൽ ഒന്ന് അല്ലെങ്കിൽ ഇതാ കണ്ടില്ല എന്നുള്ള മട്ടിൽ അവർ സാരി ഉടുക്കുന്നു. എന്നിട്ട് അത് ആ നാഭീദേശം ഇതാ ഒന്ന് അങ്ങോട്ട് നീങ്ങിയാൽ കാണും, അതിനു വേണ്ടി ഇങ്ങനെ ശ്രമം നടത്തുക. ഇങ്ങനെ എത്രയോ ജന്മങ്ങൾ വെറുതെ ആവുന്നുണ്ട് എന്ന് പറയാം. അതിന് ശങ്കരാചാര്യർ ഒന്ന് ഓർമ്മിപ്പിക്കുക, മോനെ ഏതത് മാംസവസാദി വികാരം, ഇതെല്ലാം തന്നെ മാംസം പരിണമിച്ചതാണ്. ത്വങ് മാംസ രുതിരസ്നായുമേതോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വഭൂ. ആചാര്യസ്വാമികൾ മറ്റൊരിടത്ത് പറയും, അത് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും എല്ലാ ശരീരവും. ത്വങ് തൊലി, ത്വങ് മാംസം ഫ്ലഷ്, രുതിരം രക്തം, സ്നായു ഞരമ്പ്, മേധസ് കൊഴുപ്പ്. ത്വങ് മാംസ രുതിരസ്നായു മേധോ, മജ്ജ എല്ലിനകത്തുള്ളത്, ബോൺമാരോ, അസ്ഥി എല്ല്, മലം മൂത്രം. ഇത്ര സപ്തധാതുക്കളാൽ ഒരു ഭാണ്ഡക്കെട്ടാണിത്, ഏത് വിശ്വസുന്ദരിയാണെങ്കിലും. ഇത് മനസ്സിവി ചിന്തയാ വാരം വാരം. അപ്പം ഇത് വാരം വാരം ആഴ്ചയിൽ സ്ത്രീയെ ഇങ്ങനെ കാണണം എന്നാണ് ഒരാൾ വ്യാഖ്യാനിച്ചത്. വാരം വാരം, ഈ വാരം വാരം എന്ന് പറഞ്ഞാൽ വാരം ആഴ്ച അടുത്ത വാരം എന്ന് പറയും അല്ല. നാരീസ്തനപര നാഭീദേശം, ഇതേപോലെ സിക്സ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ഒക്കെ ഇരിക്കുന്ന ആളുകളെ പുരുഷന്മാരെ കണ്ടിട്ടും, സൽമാൻ ഖാൻ ഇങ്ങനെ ആരുടെയൊക്കെയോ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്മയിലുള്ളതാണ്. ഒരു കോളേജിലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. എല്ലാം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പൃഥ്വിരാജിൻ്റെ കല്യാണം കഴിഞ്ഞു അത്ര. അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരാകെ മൂടോഫായി പോകും. മക്കളെ അതും വേണ്ട എന്ന് പറയാം. നാരീ സ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതൻ മാംസവസാതി വികാരം മനസ്സിവി ചിന്തയ വാരം വാരം. ഇത് നീ മനസ്സിലെപ്പോഴും ചിന്ത ചെയ്യണം. എന്താണ് മനസ്സിൽ ഓർക്കണം എന്ന് പറഞ്ഞാൽ അധികം അതിന് വേണ്ടിയുള്ള ആ ഒരു
നെട്ടോട്ട് ഓടലുണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കുക. കാരണം നിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന നിനക്ക് എന്താണ് നിൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിന് ഇത് തടസ്സമായി നിൽക്കുമ്പം നീ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ടത് അതാണ്. ചിന്മയാൻ സ്വാമികൾ തന്നെ ഈ ഭാഗത്ത് പറയാറുള്ളൊരു തമാശയുണ്ട്. ഒരിക്കലും ഒരാൾ ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു. അവളെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അതേപോലെ വേറൊരുത്തൻ ഒരു സ്ത്രീയെക്കുറിച്ച് വർണ്ണിച്ചത് എഴുതിയത് അവളുടെ അമ്മ വായിച്ചു നോക്കിയപ്പോൾ ഇതെന്താണ് ഡി കാലാവസ്ഥ റിപ്പോർട്ടോ എന്ന്. കാരണം മൂപ്പര് എഴുതിയൊക്കെ അങ്ങനെയാണ്. നീ ഇല്ലാത്ത ആ ദിവസം ഉണ്ടല്ലോ മൊത്തം മേഘാവൃതമായിരുന്നു, അങ്ങനെ മൊത്തം കാലാവസ്ഥ റിപ്പോർട്ട്. അമ്മ പറഞ്ഞു ഇത് ആരുടെ ഈ കാലാവസ്ഥ റിപ്പോർട്ട് എഴുതിയത്? അപ്പം പറഞ്ഞു ആ വട്ടൻ എനിക്ക് പ്രേമലേഖനം എഴുതിയതാണ്. അപ്പം അതുപോലെ വേറൊരു വിദ്വാൻ ഇതേപോലെ അവളുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് തോന്നി എന്നാൽ ശരി ഇവനെ ഒന്ന് ശരിയാക്കാം. ഓ നിൻ്റെ ഈ മുടിയുണ്ടല്ലോ, നിൻ്റെ ആ കേശം, അതിന് മൂപ്പര് ഉപമിക്കാൻ തുടങ്ങി. കാളിദാസനൊക്കെ തോറ്റുപോകുന്ന വിധത്തിൽ. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഊരിയിട്ട് അവിടെ ടേബിളിൽ വെച്ചു. പിന്നെ ഉള്ളത് അവളുടെ ഒരു കോഴിവാല് പോലെയാണ്. ഈ കോഴിവാല് എന്നൊക്കെ പറയുമ്പോൾ ക്ഷമിക്കണേ, പറയുന്നതാണ്, അങ്ങനെ കരുതിയാൽ മതി. അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയല്ല. ഒരു ഉപമ, കോഴിക്ക് അത് പ്രിയപ്പെട്ടതാണ്. മുല്ലപ്പൂ പോലെയുള്ള പല്ലുകൾ എന്ന് പറഞ്ഞപ്പോൾ അവൾ കക്കാന്ന് പറഞ്ഞ് ഊരി അതും വെച്ചു. ഇനി എന്തെങ്കിലും വർണ്ണിക്കാൻ പോയാൽ ഓരോന്നും ഊരും എന്നുള്ള പേടികൊണ്ട് ഇവൻ അവിടുന്ന് ഓടിയെന്നാണ് സ്വാമിജി പറയുന്ന തമാശ. അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ പ്രേമം, അതായത് വൺ വേ ആയിട്ടുള്ള പ്രേമത്തിൽ അവർ പെൺകുട്ടി അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇവന് വാശി വരുന്നത്. അപ്പം ഇവൻ്റെ വാശി ഇവൻ്റെ കൂട്ടുകാരൊക്കെ പറയും, എടാ നിനക്ക് എന്ത് കുറവാണെടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എടാ നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൾ ആർക്കും വേണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു കുപ്പി ആസിഡുമായിട്ട് പോയിട്ട് ആസിഡ് ഒഴിക്കുന്ന വൈകൃതന്മാർ. അങ്ങനെ ഏതൊക്കെ വിധത്തിലുള്ള സമൂഹത്തിലൊരു ഒരു ഒരു കൃത്യമായ ഒരു വ്യവസ്ഥിതിയില്ലാത്ത വൈകൃതങ്ങളുടെ ഉടമകളായിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഇത് ആർക്കും എതിരായിട്ടുള്ള ഒന്നല്ല. ഇതിലൊരു സൗന്ദര്യ ദർശനമുണ്ട്. ഇത് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നതാണ് പരസ്പരമായിട്ട്. മറ്റേ സ്ത്രീ പുരുഷ പാരസ്പര്യവും ലൈംഗികതയും അതൊക്കെ പ്രകൃതി നിയമമാണ്, പ്രകൃതിയാണ്, അത് സത്യമാണ്. അതിനെ സനാതന ധർമ്മം ഏറ്റവും പ്രകീർത്തിക്കുന്നതാണ്. ഇവിടെ പാപത്തിൻ്റെ സന്തതി എന്നൊന്നും സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും പരിശുദ്ധമായിട്ട് എന്തുകൊണ്ടോ ഇത് ഈവൻ ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിലൊന്നും പോയാൽ പലരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താണ്? നഗ്നതയുടെ വലിയൊരു നഗ്നത മാത്രമാണ്. സ്ത്രീ പുരുഷ പാരസ്പര്യം എന്നുള്ളതല്ല, അതിലപ്പുറത്തെ ലൈംഗിക വേഴ്ചകളുടെ അവരുടെ സമാഗമങ്ങളുടെ പല തലങ്ങളാണ്. അതൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അവിടെ ഇന്ത്യക്കാരും പോവാറില്ല. വിദേശികളാണ് വരിക. വിദേശികൾ ഇതിനു വേണ്ടി വരുന്നതല്ല, അവരതിനെ ആസ്വദിക്കുന്നവരാണ്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ വേറൊരു തലത്തിൽ നിന്ന് നോക്കിക്കാണുന്നവരാണ്. അപ്പോൾ എത്രമാത്രം വലിയ ഒരു സംസ്കാര സമ്പന്നരായിരുന്നു എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച്, പലരെ സംബന്ധിച്ചും ബൈബിൾ അതിനൊക്കെ എതിരായിട്ടുള്ള ഒന്നാണ്. പാപം എന്നാണ് അതിന് പറയുന്നത് തന്നെ. പക്ഷെ ഇവിടെ അത് പാപമല്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 4 നടന്ന് നീങ്ങേണ്ടതാണ്. 4ാമത്തെ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിന് കാമത്തെയും അതിവർത്തിക്കേണ്ടതുണ്ട്. ഈ പരമപുരുഷാർത്ഥത്തെക്കുറിച്ച് ആചാര്യസ്വാമികൾ പറയുമ്പം അതിനെ അതിവർത്തിക്കേണ്ട 2 കൂട്ടരും അതിവർത്തിക്കേണ്ടത് പറയാം. ഭജ ഗോവിന്ദം
ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞു കരണേ. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.